Baleta, Aadhaar Baleta. Solution undo kayil. Problem തീണ്ടും എന്നെ കാക്കൂ. യാരിത്? യാസ്മിനോ? ബാലേട്ടൻ സ്വപ്നം കണ്ട് നടക്കുകയാണോ? കാറിന് അറിയില്ല ബാലേട്ടനാണോ കുമാരേട്ടനാണോ എന്ന്. കാറിന് അറിയില്ലെങ്കിലും ഡ്രൈവർക്ക് അറിയാമല്ലോ. അതിനും കൂടെ ചേർത്താ ലൈസൻസ് തരുന്നത്. കണ്ണ് തുറന്നു വെച്ച് ഓടിക്കണം. ആ കൊള്ളാം. എന്തിനും ബാലേട്ടന് ഒരു മറുപടി ഉണ്ട്. ബാ കേറ്, ഒരു ചെറിയ സഹായം വേണം. എന്ത് സഹായമാണ് വേണ്ടത്? നീ ഒരു കാര്യം ചെയ്യ്, വണ്ടി ഒതുക്ക്. Baleta, Aadhaar Baleta. ഖത്തർ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? നാട്ടിൽ എപ്പോഴെത്തി? വന്നിട്ട് 2 ആഴ്ചയായി. എന്നിട്ടാണോ വെറും കൈയോടെ വന്നത്? ബാലേട്ടനെ കാണാൻ വരുമ്പോൾ ഉപകാരങ്ങളുമായിട്ടല്ലേ വരേണ്ടത്? അങ്ങനെയെങ്കിൽ എൻ്റെ വലിയൊരു പ്രശ്നമായിട്ടാണ് ഞാൻ ബാലേട്ടനെ കാണാൻ വന്നിരിക്കുന്നത്. അത് പോരെ. കുട്ടിക്ക് നർമ്മബോധം കൂടിയിരിക്കണോ? ജോലി ഭാരമാ കൂടുതൽ. പറയുമ്പം ജാടയായിട്ട് തോന്നും. ഖത്തർ കേരളം, കേരളം ഖത്തർ, അങ്ങനെ ഓട്ടത്തില. അതിനിടയിൽ വിചാരിച്ച പോലെ സ്വന്തം കാര്യങ്ങൾ തീർക്കാൻ പറ്റുന്നില്ല. അപ്പോഴാ ബാലേട്ടനെ കാണുന്നത്. എന്നാൽ സീരിയൽ പോലെ ഒരുപാട് നീട്ടാതെ കാര്യം പറ. ബാലേട്ടന് അറിയാലോ, പഴയതുപോലെ ഉമ്മിക്കും വാപ്പിക്കും പുറത്തൊന്നും പോകാൻ പറ്റുന്നില്ല. ഹെൽത്ത് ഇഷ്യൂസേ. ഓക്കെ, ഹെൽത്ത് ഇൻഷുറൻസ് പ്രശ്നമാണോ നീ പറയാൻ വരുന്നത്? അല്ല ബാലേട്ടാ, ഗ്യാസ് മസ്റ്ററിംഗ് ആയിട്ട് ബന്ധപ്പെട്ട നാളെ എന്നുള്ളത് നീളെ ആയിക്കൊണ്ടിരിക്കുന്നു. അതിനെപ്പറ്റി ഒന്ന് പറയാമോ ബാലേട്ടാ? ഓ, മനസ്സിലായി. ഓട്ടത്തിനിടയിൽ ഗ്യാസ് മസ്റ്ററിംഗ് നടത്താൻ പറ്റിയില്ല, അതല്ലേ കാര്യം? ശരി, പറഞ്ഞാട്ടെ. സത്യത്തിൽ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? മരിച്ചവരുടെ പേരിലുള്ള സിലിണ്ടറുകൾ മറ്റുള്ളവർ ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയ സാഹചര്യത്തിലാണ് മസ്റ്ററിംഗ് നിർബന്ധമാക്കാനുള്ള ആലോചന വന്നത്. മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ട അവസാന തീയതി നിശ്ചയിച്ചിട്ടില്ലെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. മസ്റ്ററിംഗ് നടത്താത്തവർക്ക് ഭാവിയിൽ പാചകവാതകം ബുക്ക് ചെയ്യാനാവാതെ വരും. അയ്യോ, അപ്പോൾ പണി പാളോ? പണിയാകും. നിയമമല്ലേ, നമുക്ക് പാലിച്ചേക്കാം. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജനയിൽ ഉൾപ്പെട്ടവർക്കായിരുന്നു ഇതുവരെ മസ്റ്ററിംഗ് നിർബന്ധമായിരുന്നത്. എന്നാൽ ഇനി മുതൽ കണക്ഷനുള്ള എല്ലാവരും ഇത് നടത്തണമെന്നാണ് പാചകവാത കമ്പനികൾ വിതരണക്കാർക്ക് നൽകിയ സർക്കുലറിൽ പറയുന്നത്. അപ്പോൾ ഈ മസ്റ്ററിംഗ് ചെയ്യാനായിട്ട് ഞാൻ എന്തൊക്കെയാ ചെയ്യേണ്ടത്? വെരി സിമ്പിൾ. പാചകവാതക കണക്ഷൻ ആരുടെ പേരിലാണോ അവർ ആധാർ കാർഡ്, പാചകവാതക കണക്ഷൻ ബുക്ക് എന്നിവയുമായി നേരെ ഏജൻസിയുടെ ഓഫീസിലെത്തണം. അവിടെയുള്ള ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ച് വിരലടയാളമോ കണ്ണിൻ്റെ കൃഷ്ണമണിയോ പതിപ്പിക്കാനാവും. ഇതിനുശേഷം രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് മെസ്സേജ് വന്നോളും. എൻ്റെ ബാലേട്ടാ, അങ്ങനെ പോയി ക്യൂ നിൽക്കാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടല്ലേ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തത്. അതിന് വലിയ സൊല്യൂഷൻ ഉണ്ടേ പറയും. അപ്പോൾ പ്ലാൻ എ പറ്റില്ല, പ്ലാൻ ബി ഉണ്ട്. അതിനാണല്ലോ ഞാൻ ബാലേട്ടനെ തേടി വന്നത്. പറ ഇങ്ങോട്ട്, വാട്ട് ഈസ് പ്ലാൻ ബി? അത് മൊബൈൽ വഴി ചെയ്താൽ മതി, അതാണ് ഈസി. അതെ, എൻ്റെത് ഈ ഇന്ത്യൻ ഗ്യാസ് ആണേ. ഇനി ശ്രദ്ധിക്കൂ. ആദ്യം തന്നെ മൊബൈലിൽ 2 ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. ഇന്ത്യൻ ഓയിൽ 1 എന്നതും ആധാർ ഫേസ് RD എന്നതും. എന്നിട്ട് ആദ്യം ഇന്ത്യൻ ഓയിൽ 1 എന്ന ആപ്ലിക്കേഷൻ ഓൺ ചെയ്യുക. ഓക്കെ, പിന്നെയോ? ആ ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്ത ആളാണെങ്കിൽ നേരെ നമ്പറും പാസ്വേഡും കൊടുത്ത് കയറുക. രജിസ്റ്റർ ചെയ്തില്ല എങ്കിൽ രജിസ്റ്റർ ബട്ടണിലൂടെ നമ്മുടെ മൊബൈൽ നമ്പറും പേരും ഒക്കെ കൊടുക്കുമ്പോൾ ഒരു OTP വരും. അതും കൊടുത്ത് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക. അതുവരെയും ഓക്കെ. എന്നിട്ട് വീണ്ടും ആ ആപ്ലിക്കേഷൻ്റെ ലോഗിനിലേക്ക് വന്ന് നേരത്തെ കൊടുത്ത മൊബൈൽ നമ്പറും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്കിപ്പോൾ വേണ്ടത് മാത്രം എടുക്കാം. ലെഫ്റ്റ് സൈഡിലായി 3 വരകളിൽ ക്ലിക്ക് ചെയ്ത മൈ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലിങ്ക് യുവർ എക്സിസ്റ്റിംഗ് LPG ID എന്ന് കാണും. അതിന് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ 16 അക്ക LPG നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. അത് ആ പാസ്ബുക്കിലെ നമ്പറല്ലേ ഉദ്ദേശിക്കുന്നത്? അത് തന്നെ. അത് കൊടുത്താൽ നെക്സ്റ്റ് പേജിൽ നിങ്ങളുടെ LPG ഡീറ്റെയിൽസ് വരും. അത് കറക്റ്റ് ആണെങ്കിൽ യെസ് കൊടുക്കണം. അപ്പോഴും ഒരു OTP വരും, അതും കൊടുക്കുക. ആഹാ, തീർന്നോ? ഇത്രയേ ഉള്ളോ? തീർന്നില്ല. അത് കൺഫേം ആയാൽ വീണ്ടും ലോഗിൻ ചെയ്യാൻ പറയും. അപ്പോൾ നേരത്തെ കൊടുത്ത മൊബൈൽ നമ്പറും പാസ്വേഡും കൊടുത്ത് കയറുക. പഴയ പോലെ തന്നെ മൈ പ്രൊഫൈൽ എടുക്കുക.
ഇപ്പോൾ നമ്മുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കാണാൻ സാധിക്കും. ഓ, അപ്പോൾ ഇത്രയും പ്രോസസ്സ് ചെയ്താലേ ഈ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റുള്ളൂ അല്ലേ? അത് തന്നെ. ആ പേജിൽ താഴെയായിട്ട് KYC എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് അടുത്ത പേജിലെ ബോക്സിൽ ടിക്കും ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫേസ് വെരിഫൈ ചെയ്യും. നല്ല ലൈറ്റുള്ളിടത്ത് നിന്ന് വേണം അത് ചെയ്യാൻ. അതിനെക്കുറിച്ച് എന്നോട് പ്രത്യേകിച്ച് പറയാനുണ്ടോ ബാലേട്ടാ? ആ, അത് ശരിയാണല്ലോ. നല്ല രീതിയിൽ കണ്ണടച്ച് തുറക്കുക, എന്നാലേ ഓക്കെ ആവൂ. ഇല്ലെങ്കിൽ എറർ മെസ്സേജ് വരും. അതുവരെയും ഓക്കെ. എന്നിട്ട് അടുത്ത പേജിൽ നമ്മുടെ ഡീറ്റെയിൽസ് വരും. അതിന് താഴെ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു കൺഫേം മെസ്സേജും വരും. കൂടെ മൊബൈലിൽ SMS വരും. KYC ഓക്കെ ആയെന്നും പറഞ്ഞു. അയ്യോ, ഇപ്പൊ ഇത് പറഞ്ഞ് മെഗാ സീരിയലിനെ കാട്ടി നീണ്ടു പോവാണല്ലോ ബാലേട്ടാ. അതുകൊണ്ട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലിയർ ആയില്ലേ? തെറ്റാതെ മസ്റ്റർ ചെയ്യാം. എൻ്റെ ബാലേട്ടാ, ഒരു സംശയം. നമ്മൾ ഈ ആധാർ ഫേസ് RD ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നത് എന്തിനായിരുന്നു? ഗുഡ് ക്വസ്റ്റ്യൻ. അത് മൊബൈലിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യൻ ഓയിൽ 1 ഫേസ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആകൂ. ഓക്കെ, ഇപ്പം മനസ്സിലായി. ഇനി ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വരുന്നതിന് മുമ്പ് നല്ലൊരു തലശ്ശേരി ബിരിയാണി നല്ലൊരു കടയിൽ നിന്ന് വാങ്ങിച്ച് തന്നിട്ട് വേണം ഡൗട്ട് ക്ലിയർ ചെയ്യാൻ. അതിനി തലശ്ശേരി പോണ്ടേ? ഇവിടെ എല്ലാം ഫേക്കാ. മല അബ്ദുള്ളയുടെ അടുത്ത് പോയില്ലെങ്കിൽ അബ്ദുള്ള മലയുടെ അടുത്തേക്ക് പോകും. അങ്ങനെ അല്ലെങ്കിൽ ഖത്തറിൽ നിന്നായാലും മതി. ബെസ്റ്റ്. Aadhaar wallet